ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനോ ഒന്നല്ല ഞാൻ രാജിവെച്ചത്. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ എന്തിനാ രാജിവെച്ചത്? ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ്. ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം. ഞാൻ തന്നെ ആവണമെന്ന് അങ്ങനെ അങ്ങ് പറയുന്നില്ല എന്നേ ഉള്ളൂ. പുള്ളിക്ക് തന്നെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, UDF പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏത് ചെകുത്താന നിർത്തിയാലും UDF നിലമ്പൂരിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞ അൻവർ സാഹിബാണ് ഇന്ന് പ്ലേറ്റ് മാറ്റി ചവിട്ടുന്നത്. അങ്ങനെ ഏതെങ്കിലും ആളെ സ്ഥാനാർത്ഥിയാക്കാനോ MLA ആക്കാനോ ഒന്നുമല്ല ഞാൻ രാജിവെച്ചത്. അല്ലെങ്കിലും എന്തിനാ രാജിവെച്ച്? എന്തൊക്കെയായിരുന്നു രാജിവെക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന? കേരളത്തിൽ ഭയങ്കര പൊളിറ്റിക്കൽ നെക്സസ് ആണ്, പിണറായി വിജയനും VD സതീശനും കോൺഗ്രസ്സുകാരും ലീഗുകാരും CPM-മാരും എല്ലാവരും ഒന്നാണ്, ഇവിടുത്തെ യുവാക്കളൊക്കെ മന്തി കഴിച്ച് അന്തിക്ക് കിടന്നുറങ്ങുകയാണ്. ഇതൊക്കെയായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പൊ പറയുന്നതോ? വാക്കിനൊരു ഉറപ്പ് വേണ്ടേ? ഇന്നലെ പറഞ്ഞു നിങ്ങൾ കേട്ടതല്ലേ? വലിയ ഭൂരിപക്ഷത്തിന് UDF-ന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറും. ഞാൻ പറഞ്ഞ ഏത് ചെകുത്താൻ മത്സരിച്ചാലും കണ്ടോ, ഏത് ചെകുത്താൻ മത്സരിച്ചാലും വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും എന്ന് പറഞ്ഞ PV അൻവറാണ് ഇന്ന് വന്നിട്ട് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ചെകുത്താനെ മത്സരിപ്പിക്കാനല്ല ഞാൻ രാജിവെച്ചത്. അനാവശ്യമായി രാജിവെച്ചതല്ലേ? അന്ന് പറഞ്ഞ കാര്യങ്ങൾ വല്ലോ ഇന്ന് പറയുന്നുണ്ടോ? അന്നത്തെ പൊളിറ്റിക്കൽ നെക്സസ് ഇന്നുണ്ടോ? ഇന്ന് എന്തൊക്കെയാ പറയുന്നത്? പിണറായിക്ക് ഫാസിസത്തിനെതിരെ പോരാടാൻ മൂർച്ച പോരാ. പിണറായി ഫാസിസത്തോട് അനുകൂല സമീപനം സ്വീകരിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇയാൾ എന്താ പറഞ്ഞ്? പിണറായിയേക്കാൾ ബെറ്റർ മോദിയല്ലേ? ഒരു മതനിരപേക്ഷവാദിക്ക് എങ്ങനെ പറയാൻ സാധിക്കും പിണറായിയേക്കാൾ ബെറ്റർ മോദിയാണെന്ന്? അതിപ്പോ പിണറായിയോട് എന്തെല്ലാം വിരോധം ഉണ്ടെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും ഒരു ജനാധിപത്യവാദിക്ക്, ഒരു മതനിരപേക്ഷവാദിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക പിണറായിയേക്കാൾ ബെറ്റർ മോദിയാണെന്ന്? അതുവരെ പറഞ്ഞില്ലേ PV അൻവർ? ഇതാണ് ഇയാളുടെ ഫാസിസത്തിനെതിരായ പോരാട്ടം. പറയുന്ന വാക്കുകൾക്ക് ഒരു ഉറപ്പുമില്ലാത്ത ആള്, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന ഒരാള്, വാക്കിന് വിലയില്ലാത്ത ഒരാള്. ഇതാണ് പിണറായി നേരത്തെ പറഞ്ഞത് അൻവർ പഴയ കോൺഗ്രസ്സുകാരനല്ലേന്ന്. അൻവർ പഴയ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. മറുഭാഗം എല്ലാ ആയുധങ്ങളും സ്വാംശീകരിച്ച് 18,000-18,000 പോണ്ട, തറ കടഞ്ഞ 10,000 തൊട്ട് 12,000 വോട്ടുണ്ട് BJPക്ക്. ഈ 12,000 വോട്ട് അങ്ങോട്ടാ പോകുന്നത്? ഈ പറയുന്ന CPM-ന്റെ പെട്ടിയിലേക്കല്ലേ? എന്താ CPM ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തത്? CPM ഒക്കെ രാഷ്ട്രീയം വിട്ടല്ലോ, ജാതി മത ഇക്വേഷൻസിന് വേണ്ടി മാത്രം നിൽക്കല്ലേ? UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ഓന്റെ ജാതിയും മതവും ഓന്റെ അടിസ്ഥാനമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേറൊരു ജാതിയിൽ ഒരുത്തരവിടെ കൊണ്ടു നിർത്താം. അതിനല്ലേ CPM നിൽക്കുന്നത്? എന്ത് രാഷ്ട്രീയത്? ആലോചിച്ച് നോക്കി, എന്താണ് ഇയാൾ പറയുന്നത്? കോൺഗ്രസിനെ വിജോയിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കാമെന്ന് ഉപദേശം കൊടുത്ത ആളാണ് PV അൻവർ. ആ PV അൻവറാണ് പറയുന്നത് CPM ജാതി മത ഇക്വേഷൻ നോക്കി നടക്കുകയാണ്. ഉളുപ്പുണ്ടോ? CPM ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജാതി മത സമവാക്യങ്ങൾ നോക്കിയാണോ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത്? ആ പണിയെടുക്കുന്നവർ ഈ നാടിനകത്ത് UDF ആണ്. ജാതി മത സമവാക്യങ്ങൾ നോക്കി മന്ത്രിമാരെ തീരുമാനിക്കുന്നവർ UDF ആണ് എന്ന് ഈ നാട്ടിലെ മനുഷ്യർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ പറയുന്നത് എന്താ? BJP-യുമായി വോട്ട് കച്ചവടം, വോട്ട് ധാരണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇങ്ങനെ പേടിച്ചാലോ? തോൽക്കുന്നാണെങ്കിൽ അതിനിപ്പൊ തന്നെ ന്യായീകരണം കണ്ടെത്തുകയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ആരാണ് BJP-യുമായി സഖ്യമുണ്ടാക്കുന്നവർ? കോലീബി സഖ്യം ഈ നാടിന് കൃത്യമായി ധാരണയുള്ളതാണ്. PV അൻവറെ ബേപ്പൂരിൽ, വടകരയിൽ എല്ലാം പരീക്ഷിച്ച് പാളിപ്പോയ കോലീബി സഖ്യം ഈ നാടിന് നല്ല ധാരണയുണ്ട്. പക്ഷെ ആ കോലീബി സഖ്യം വിജയിച്ചു. തൃശ്ശൂരിൽ കോൺഗ്രസ്സുകാരുടെ വോട്ട് ലോകസഭയിൽ അങ്ങോട്ട് പോയില്ലേ? 86,000 വോട്ടുകൾ അതിനു മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളാണ് BJP-ക്ക് പോയത്. അങ്ങനെയാണ് തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നത്.
നേമത്ത് എങ്ങനെയായിരുന്നു BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? കോൺഗ്രസ്സുകാരുടെ വോട്ടുകൾ BJPക്ക് പോയിട്ടല്ലേ? എന്നിട്ട് ആ മണ്ഡലം തിരിച്ചു പിടിച്ചത് ഇടതുപക്ഷമല്ലേ ഈ നാടിനകത്ത്? സംഘപരിവാറുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത്, പാലക്കാട് പോലും മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസ് UDF? ഇത് ഈ നാടിനറിയുന്ന പച്ചയായ യാഥാർത്ഥ്യമല്ലേ? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പച്ചക്ക് പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന SDPI UDF വിജയിച്ചാൽ നഗരത്തിൽ ജയ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? അപ്പൊ സംഘപരിവാറുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും ഒക്കെ ഈ നാടിനകത്ത് കൂട്ടുകെട്ടുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് UDF ആണ്. ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്തും അത്തരത്തിലുള്ള സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരെയുമാണ് ഇടതുപക്ഷം നേരിടാൻ പോകുന്നത്. ഈ UDF എന്താണ് ഈ അൻവറിനെ കൂടെ കൂട്ടിയിട്ട് UDF വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അൻവറിനെ അവർ വലിച്ചെറിയും, അത് വേറെ കാര്യം. അത് അൻവറിനെ ഏറെക്കുറെ ഇപ്പൊ മനസ്സിലായി തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊക്കെ എവിടെ എത്തും നമുക്ക് കാണാം. അൻവർ യഥാർത്ഥത്തിൽ ഡയലോഗ് അടിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞ പോലെ ചെയ്യേണ്ടത് മത്സരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അതിന് അൻവർ തയ്യാറാകും, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും PV അൻവർ ഉണ്ടാക്കി വെച്ച അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാരിനൊപ്പം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ അനാവശ്യമായി തൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന കാരണം കൊണ്ട് ഇടതുപക്ഷം വിട്ടുപോയ PV അൻവർ അനാവശ്യമായി ഉണ്ടാക്കി വെച്ച തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനാണ് ഇടതുപക്ഷം വരുന്നത്. അൻവർ എന്തു പറയും? UDF എന്തു പറയും? എന്തായാലും കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.